ഹലോ, അതെ ശാന്തിയാ. അയ്യോ വേണ്ട മോനെ, വേണ്ട മോനെ, അയ്യോ വേണ്ടാത്തണ്ട, വേണ്ടടാ, വേണ്ട വേണ്ടെന്ന് വേണ്ട. എത്ര നേരം കൊണ്ട് മറ്റേ പറയുന്നത് വേണ്ടത്? ആ വേണ്ട. ലോൺകാരാ രാവിലെ ആവുമ്പോ വിളി തുടങ്ങും. ശാന്തി അല്ലയോ, 1 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, എനിക്ക് ലോണിന്റെ ആവശ്യമില്ല. വരുന്ന നമ്പർ മൊത്തം ഞാൻ ബ്ലോക്ക് ആക്കി വിടുക. സത്യം പറഞ്ഞാൽ ജാക്കിച്ചാൻ പോലും ഇത്രയും ബ്ലോക്ക് ആക്കി. അല്ല പിന്നെ കണ്ടോ കിടക്കുന്ന കിടപ്പുണ്ട്. നല്ല ഒന്നാന്തരം ഒരു കട്ടിലകത്ത് മേടിച്ചിട്ടുണ്ട്, അതിൽ കിടക്കത്തില്ല. 2 ദിവസമായുള്ളൂ ഈ പുത്തൻ സോഫ മേടിച്ചിട്ടുണ്ട്. അതിന്റെ പുതുമാർച്ച ഇതിലേ കിടന്ന് ഉണങ്ങത്തുള്ളൂ. അയ്യോ കണ്ടോ, അപ്പുറത്തെ സുരേഷിന്റെ പിള്ളേർ വന്ന് ചോക്ലേറ്റ് എല്ലാം ഇതിനകത്ത് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചേക്കോ, മൊത്തം അഴുക്കാക്കി. അതെങ്ങനെ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കളിമണ്ണ് ഞെരടുന്ന പോലെ കൈ വെച്ച് ഞെരടുന്ന തിന്നുമല്ല ഇതുങ്ങളൊന്നും. നീ എന്നെ പിഴുതെടുക്കാൻ നോക്കുവാ. നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? നല്ല ഒന്നാന്തരം ഒരു കട്ടില് പെരക്കകത്ത് മേടിച്ചിട്ടില്ലയോ? ഈ സോഫ വന്ന് കിടക്കുന്ന എന്തോ ഇതിനാന്ന്? 2 ദിവസമല്ല ആയിട്ടുള്ളൂ. എനിക്ക് എന്റെ പുത്തമ്മണം വലിയ. അയ്യേ സ്കൂള് തുറക്കുക, എന്തുമാത്രം ചെലവുണ്ട് ഈ വീട്ടില്. നിങ്ങൾക്ക് ഇപ്പൊ ഈ സോഫ മേടിച്ചു വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചല്ലേ. പിന്നെ എടി ജോർജ് സാറിന്റെ വീട് ഞാൻ പണിക്ക് പോയാലേ കഴിഞ്ഞ ആഴ്ച. ജോർജ് സാറിന്റെ വീട് കാണുന്ന 10,3500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്. ആ വീടിന്റെ ഹാളിലോട്ട് ചെല്ലുമ്പോൾ ഇതുപോലൊരു സോഫയാ കിടക്കുന്നത്. അന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഇതുപോലൊരു സോഫ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വിടാൻ. സോഫ മേടിച്ചിടാൻ. എന്നാൽ അതുപോലൊരു വീട് വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ? ആ വീട് വെക്കണമൊക്കെ തോന്നുന്നുണ്ട്. അതിനുള്ള പ്ലാൻ എല്ലാം സംഭവം എല്ലാം ഒപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ അമ്മയുടെ ഒരു ഒപ്പ് കിട്ടണം, എന്നാലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വീടും തരും. ആദ്യം ഇരിക്കുന്നിടം നന്നാവണം. ചിരിക്കുന്നിടം അങ്ങ് ഫസ്റ്റാ. ഇരിക്കുന്നിടം നന്നാവണം. ആദ്യം നമുക്കൊരു വീട്, എന്നിട്ട് വേണം ഈ സോഫയൊക്കെ മേടിക്കാൻ. ഒരു ചക്ക ഇട്ടുണ്ടോ? ചക്ക എന്തിനു? എനിക്ക് അതിനകത്ത് കുരു എണ്ണാന്. മനുഷ്യ ചക്ക വേവിച്ചാനെ കൊണ്ട് പോയി ഒരു ചക്ക ഇട്ടുണ്ടോ? ചക്ക ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് എനിക്കറിയാമോ മരത്തിൽ കയറാനെ കൊണ്ട്. നീ എന്നോട് പേടിച്ചാ ചക്ക ഇട്ട് തന്നോളൂ. ചക്ക ഇട്ടോണ്ട് വരാനാ പറഞ്ഞത്. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞിട്ട് തോട്ടിയിരിപ്പുണ്ടോ അവിടെ? ആ തോട്ടിയൊക്കെ ഇരിപ്പുണ്ട്, പോയിടും. അതിന് എവിടെ ഇരിക്കുന്നു ചക്ക? എന്താ എടി അണ്ണാന് കടിച്ചു പറിക്കാൻ പോലും അതിനകത്തൊരു ചക്ക വെച്ചിട്ടില്ല, മൊത്തം കൊണ്ടുപോയി. ചക്ക മാത്രമല്ല, ഈ പറമ്പിലുണ്ടാകുന്ന വാഴക്കൊല, മാങ്ങ, തേങ്ങ എല്ലാം കൊണ്ടുപോവാ. നിങ്ങൾ വിചാരിക്കും ഈ കാട്ടുമൃഗങ്ങളോ അങ്ങനെയുള്ള കുരങ്ങന്മാരോ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷെ ഈ എന്റെ കാർഷിക വിളകൾ കൊണ്ടുപോകുന്നത് മൃഗങ്ങളല്ല, എന്റെ അമ്മ കളരിക്കൽ അമ്മിണി. കേട്ടോ, ആ പേര് പറഞ്ഞപ്പോൾ പ്രകൃതി ഒരുക്കിയ പശ്ചാത്തല സംഗീതം കേട്ടോ. അത്രയ്ക്ക് ഭീകരയാവര്. അവരിവിടുന്ന് കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ? എന്റെ പെങ്ങക്ക് കൊണ്ട് കൊടുക്കാൻ. ഈ പറമ്പിൽ എന്തോ നട്ടാലും ഒരു കപ്പ നട്ടാ കിട്ടത്തില്ല, ഒരു കാച്ചിൽ നട്ടാ കിട്ടത്തില്ല, ഒരു കിഴങ്ങ് നട്ടാ കിട്ടത്തില്ല, എല്ലാം കൊണ്ടുപോവാ എന്റെ അമ്മ. അത് അമ്മ മാത്രമല്ല കൊണ്ടുപോകുന്നത്, കാട്ടുമൃഗങ്ങൾ കാട്ടുപന്നിയൊക്കെ കൊണ്ടുപോകും. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ കപ്പ നട്ടതിന്റെ ചുറ്റും 4 കാട്ടുപന്നികളിൽ നിന്നും പേര് കെട്ടുന്നു. ഞാൻ ചോദിച്ചപ്പോ പറയുക എന്റെ അമ്മ അതിനകത്ത് കയറാതിരിക്കാൻ അവര് പേര് കെട്ടുക. അങ്ങനത്തെ ടീമാണ് അത് കൊടുക്കും. അതിപ്പം ഏതമ്മമാരും അങ്ങനെ ചെയ്യും. എന്റെ അമ്മ വരുമ്പോഴും ഒരു ലോഡ് സാധനങ്ങളുമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ചക്കയോ കിട്ടിയില്ല, പോയി ഇച്ചിരി മീൻ ഇച്ചിരി കപ്പയും മേടിച്ചോണ്ട്. കപ്പ മീൻ പൈസ ഉണ്ടോ? പൈസ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോണം. ഞാൻ കടം പറയാം. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഇത് എങ്ങനെ ഇട്ടിട്ട് നടക്കുന്നു? നൂൽപ്പാലത്തേക്ക് വരുന്നതല്ല ഞാൻ അതേ കയറി വന്നത്. പറഞ്ഞാൽ ഈ ഞാൻ 10 ഇറങ്ങി വെച്ചേ, 10 ഇറങ്ങിയിട്ട് അവൻ്റെ ഓട്ടോ വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 30 രൂപ ഉള്ളായിരുന്നു, ഇപ്പം പറഞ്ഞാൽ 50 രൂപ വേണമെന്ന്. ഞാൻ കളിച്ച ആരടാ കളരിക്കൽ അമ്മണിയോട്. ഞാൻ ആ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് കയറിയപ്പോഴേ സീറ്റ് കുത്തി കയറി അതിന്റെ സ്പോഞ്ച് മൊത്തം ഒക്കെ എടുത്ത് കളഞ്ഞു. പാൽപ്പല്ലിന് പോയിരുന്ന സീറ്റ് ഇപ്പൊ പലക പോലായി അവന്റെ. കളിച്ചത് ആരോടെന്നറിയോ? കളരിക്കൽ അമ്മണിയോട്. ഞാൻ തിങ്കവരത്ത് പോയിരുന്നു ഇളയ മോടെ വീട്ടില്. മോടെ പേര് മഞ്ജു, അവിടെ ഭർത്താവിന്റെ ഒരു സന്തോഷ്, അവിടെ മോടെ പേര് സിന്ധു മോള്. ഇത്രയും പറഞ്ഞു എന്തിനാണെന്നറിയോ? അതൊക്കെ പരാമർശിക്കും, പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കും. ഞാൻ അവിടെ നിന്ന് കയറി, എന്തോ തിരക്കാ ബസ്സിനകത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിയോ. എനിക്ക് നടക്കാൻ പോയേ, നടന്ന് പട്ടിയും കാശും പോലെ. അയ്യോ
ഞാൻ അങ്ങോട്ട് പോയപ്പോ വാങ്ങിച്ചിട്ടേക്കുന്ന കണ്ടോ ഈ സാധനം? ഗോപാലക്കൊച്ചായിട്ടുള്ളപ്പോ ഇതുപോലൊരു സാധനം വേണമായിരുന്നു. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചത് ഇങ്ങനത്തിന് ഒട്ടാക്കി വെച്ചേക്കുക. ശാന്തിയായി ശാന്തി, ഇതാരാ ഇത്? ഇതെന്തോ കോലമോ? അമ്മേ, അമ്മ ഇതെന്തോ കാണിക്കുവോ? ഞാൻ ഇവിടെ നിന്ന് കുത്തി പറിക്കുവായിരുന്നു. എന്തോ കാണിക്കുവോ അമ്മേ? എന്തോ കാണിക്കുവോ? എന്തോ ഇത്? ഇങ്ങനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ തുണിയിലായിരിക്കും. എന്താ കുഴപ്പത്തോടി അയലത്തുകാരെന്തെങ്കിലും പറയുമെന്ന് കേട്ടോ. പറഞ്ഞല്ലോ ഫാൻ നിർത്തി. മന്ത്രി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന പോലെ ഫാനിട. ഈ കാലയിൽ എന്തോ ഈ മേടിച്ചിട്ടേക്കുന്ന കൊലുസോ? പിന്നെ കാലം ബ്ലൗസ് കെട്ടിയിടാൻ പറ്റുമോ കൊലുസല്ലാത്ത? കഴുത്തല്ലെന്തോമേ അത് നെക്കോളാസ്. നെക്ലസ്. എന്തോ നീ ഇതല്ലേ മാറി? ഇത്രയും പ്രായമുണ്ട്. ഊരിക്കളയമേ. പരിപാടിയാണ് പിള്ളേരെ പരിപാടിയാണ്. പിള്ളേരുടെ പരിപാടിയാണെങ്കിൽ പിള്ളേരെ ഉടുത്തൊരുങ്ങണ്ടത്. അമ്മ എന്തിനാ ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ടത്? ഡാൻസിന്റെ പരിപാടി തന്നെ പറഞ്ഞു. പിള്ളേർ ഒരുക്കി തന്നെ വലിയമ്മച്ച് ഇങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞിട്ട്. നാണമുണ്ടോ അമ്മേ? 10-60 വയസ്സായില്ലേ? എന്തോ ഇങ്ങനെ ഈ വലിയ പാദസരമൊക്കെ മേടിച്ചിട്ടേക്കുന്നത്? 10-60 വയസ്സായ ഞങ്ങളുടെ കാലം എന്തോ ചക്കല ഇടണോ? ഞങ്ങൾക്ക് കുറിച്ചിട്ടുണ്ടായി. ഇത് എന്റെ ദൈവമേ, ഇവിടുന്ന് പോയപ്പോ നല്ല തൂവെള്ള പഞ്ഞിത്തൂവല് പോലെ ഇരുന്ന മുടി ഇത് എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അവിടെ ചെന്ന പിള്ളേരെ അവിടെ ചെയ്ത് തന്നത്. അവിടെ ഞാൻ കഴുകിട്ടിട്ട് പോയ തുണി എന്ത് ചെയ്യേ? അമ്മയുടെ തുണിയോ? അത് ഉണങ്ങിയപ്പോ ഞാൻ ഇടയ്ക്ക് അലമാരി വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ കിടക്കത്തില്ലായിരുന്നു അത്. അമ്മ ഈ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന വരെ ഈ തുണി അവിടെ കിടന്ന് വെയിൽ കൊള്ളും. എന്താ വെയിൽ കൂട്ടാത്ത കുഴപ്പം എന്താ? അമ്മ തുണി നരച്ചു പോകുന്നു, കൊള്ളത്തില്ലെന്ന്. പിന്നെ അപ്പൊ എന്റെ തല നരച്ചാ പിന്നെ കൊള്ളത്തില്ല. ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ കറപ്പിച്ചിട്ട് വന്നത്. പൊടിക്കില്ല തരപ്പിച്ചിട്ട്. നേരെ ഇട്. നല്ലപോലെ സാരി കൊടുക്കാതെ എന്തോ കാണിക്കുവാന്ന്. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിടിക്കാനൊന്നും സ്ഥലമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് പിള്ളേരൊക്കെ എന്റെ ഇതേ പിടിച്ചോട്ടെ. അപ്പൊ അമ്മ എന്തോ എടുത്തു? എന്റെ കയ്യിൽ സഞ്ചരിക്കില്ലായിരുന്നു. ഞാൻ തൊട്ട് ഫ്രണ്ട് ചെയ്ത പെണ്ണുപിള്ളേരുടെ മുടിയെ കടിച്ചു പിടിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ പൊന്നെ, പെൺപിള്ളാരെ ബഹളം ബസ്സിനകത്ത് ചുമ്മാ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആ ബസ്സിനകത്ത്. ഇന്നുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അടിച്ചു കയറി വണ്ടിക്കകത്തും കയറി. ഒരു കൊച്ചോട്ടി ഞാൻ ചോദിച്ചു, നീ എവിടെ പോകാൻ ചോദിച്ചു. കൊച്ചു പറയാം, എനിക്കറിയത്തില്ല അമ്മച്ചി, ഞാൻ എവിടെ പോകാന്ന് പറയും. ഫ്രീ ആന്ന് അറിഞ്ഞോണ്ട് കയറിയതാന്ന് പറഞ്ഞു. കഴിച്ചായിരുന്നോ? അടി ടൗണിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ചായ തരാൻ പറഞ്ഞപ്പോൾ ഗ്യാസ് ഇല്ല, ഒരു മണിക്കൂർ നിൽക്കണമെന്ന് പറഞ്ഞു. എന്റെ കുക്കർ ഏതാണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു ബോണ്ട തരാൻ പറഞ്ഞു. ആ ബോണ്ട എന്നപ്പോ ഞാൻ ഓർത്തു ആ ബോണ്ടയ്ക്കകത്ത് കുത്തി അവൻ ഗ്യാസ് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, എനിക്കെന്റെ പുറകിലാണ് കയറി വിലക്ക് ഗ്യാസ് കയറും. എന്റെ പൊന്നമ്മ ഗ്യാസ് കയറിയ നെഞ്ച് തിരുമ്പേ മാറുമെന്ന്. നീ ഇവള് ബ്ലൗസിനകത്തുനിന്ന് പൈസ അടക്കാനുള്ള പരിപാടി. ഗ്യാസ് കയറി